ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മറ്റൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് എക്കണോമിക് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, എക്കണോമിക് സിസ്റ്റം മീൻസ് സമ്പദ് വ്യവസ്ഥ. ഓക്കെ, നമ്മൾ നോർമലി ഡിസ്കസ് ചെയ്യുമ്പോൾ 3 kinds ഓഫ് എക്കണോമിക് സിസ്റ്റമാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ക്യാപിറ്റലിസം, സെക്കൻഡ് വൺ സോഷ്യലിസം, തേർഡ് വൺ കമ്മ്യൂണിസം. ഈ 3 എക്കണോമിക് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 3 എക്കണോമിക് സിസ്റ്റവും നമ്മളുടെ കോപ്പറേറ്റീവ് എക്കണോമിക് സിസ്റ്റവും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ എന്തൊക്കെ സിമിലാരിറ്റി ആണുള്ളത്, എന്തൊക്കെ ഡിഫറൻസ് ആണുള്ളതെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഈ 3 kind ഓഫ് എക്കണോമിക് സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചിരിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥേനെയാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയാം. ഈ ക്യാപിറ്റലിസത്തിൻ്റെ കേസ് വരുന്ന സമയത്ത് നമ്മളുടെ എക്കണോമി കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? പ്രൈവറ്റ് പാർട്ടീസ് ആയിരിക്കും. അതായത് ഓൾ എൻ്റർപ്രൈസസ് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതും എല്ലാം ആരായിരിക്കും? ഈ പറഞ്ഞിരിക്കുന്ന പ്രൈവറ്റ് പാർട്ടീസ് ആയിരിക്കും. അതായത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഒന്നും ഇവിടെ ഉണ്ടാവുന്നേയില്ല. ഓക്കെ, അവരവരുടെ സെൽഫ് മോട്ടീവിന് വേണ്ടിയിട്ട് അവർ ഈ പറഞ്ഞ എക്കണോമിയെ അവരെന്ത് ചെയ്യാണ്? യൂട്ടിലൈസ് ചെയ്യണത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം? ദെൻ ക്യാപിറ്റലിസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. അതായത് എല്ലാ പ്രോപ്പർട്ടിയും പ്രൈവറ്റ് ആണ് എന്നുള്ളൊരു സിസ്റ്റമാണ് നമ്മളുടെ ക്യാപിറ്റലിസത്തിൽ വരുന്നത്. ഓക്കെ, അതായത് എല്ലാ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും. സെക്കൻഡ് വൺ, മാനേജ്മെൻറ്റ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ പ്രൈവറ്റ് ഗെയിൻ. ദാറ്റ് മീൻസ് ഈ പറഞ്ഞിരിക്കുന്ന പേഴ്സൺസിൻ്റെ പേഴ്സണൽ മോട്ടീവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ എക്കണോമിയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയണത്. ഓക്കെ, ദെൻ തേർഡ് വൺ, ദർ ഈസ് ഫ്രീഡം ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് എൻ്റർപ്രൈസ്. അതായത് ഈ സ്ഥാപനങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്, അവർക്ക് ഈ മാർക്കറ്റിൽ എങ്ങനെ വേണമെങ്കിലും എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഫ്രീഡംസ് ഇത്തരത്തിലുള്ള എൻ്റർപ്രൈസുകൾക്ക് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, ക്ലാസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ. അതായത് തൊഴിലാളികളും അതേപോലെ തന്നെ എംപ്ലോയേഴ്സും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഈ ഒരു എക്കണോമിയിൽ കൂടുതലാണ്. ബിക്കോസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ ആർക്കാണ് പ്രയോറിറ്റി ഉണ്ടാവുക? എംപ്ലോയേഴ്സിനാണ് പ്രയോറിറ്റി ഉണ്ടാവുക. സോ നമ്മളുടെ എംപ്ലോയീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ എന്താണ്? കൂടുതലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ നോൺ ഇൻ്റർവെൻഷൻ ഓഫ് ഗവൺമെൻറ്. ദാറ്റ് മീൻസ് നമ്മളുടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സിൽ, ദാറ്റ് മീൻസ് എക്കണോമിക്കലി ഉള്ള മാറ്റേഴ്സിൽ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് എന്തായിരിക്കും? അതായത് അവരുടെ ഒപ്പീനിയൻസും അതേപോലെ തന്നെ പോളിസീസും ഒക്കെ കൊണ്ടുവരുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം നമുക്ക്. ഓക്കെ, ദെൻ കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്, അല്ലേ? അതായത് മാർക്കറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് മൊണോപ്പൊളിക്ക് വേണ്ടിയിട്ട്, കുത്തക വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ കമ്പനീസുകൾ, പേഴ്സൺസ് പരസ്പരം കോമ്പീറ്റ് ചെയ്യും. അത് മിക്കവാറും അൺഹെൽത്തി കോമ്പറ്റീഷൻ ആവാനാണ് ചാൻസ്. സോ കൺസ്യൂമേഴ്സും അതേപോലെ തന്നെ എംപ്ലോയീസും ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഇവിടെ എന്താണ്? കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, ദെൻ വൈഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഹാവ് ആൻഡ് ഹാവ് നോട്ട്സ്, അല്ലേ? അതായത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഗ്യാപ്പ്, അന്തരം ഇവിടെ എന്താണ്? കൂടുതലാണ്. അതായത് ഇവിടെയാണ് ഈ പറയുന്ന ക്ലാസ് സിസ്റ്റംസ് വരുന്നത്. അതായത് ലോവർ ക്ലാസ്, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അതേപോലെ തന്നെ റിച്ച് ആൻഡ് പുവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരാനുള്ള ചാൻസ് എന്താണ്? കൂടുതലാണ്. കാരണം ഈ മണി എന്ന് പറയുന്നത് ഫ്യൂ ഹാൻഡ്സിൽ, അതായത് വളരെ കുറച്ച് പേരിൽ മാത്രം ഒതുങ്ങാനുള്ള ചാൻസ് ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ കൂടുതലാണ്. അതേപോലെ തന്നെ അതായത് കൺസ്യൂമേഴ്സ് എത്രത്തോളം പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നത്? നിശ്ചയിക്കപ്പെടുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ചാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇവിടെ നിശ്ചയിക്കപ്പെടുന്നത്. ഓക്കെ, സോ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജും ഉണ്ട്. ഇത്തരം ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നേ ഉള്ളൂ.
ദെൻ കോപ്പറേഷനും ക്യാപിറ്റലിസവും തമ്മിൽ വളരെ കുറച്ച് എന്തുണ്ട്, സിമിലാരിറ്റീസ് ഉണ്ട്. കോപ്പറേഷൻ്റെ കേസിലും എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന സ്വയം ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു കേസിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഗവൺമെൻറ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അവിടെ ഇല്ല. പിന്നെ അവരുടെ റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ എന്താണ്, അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഡീല് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരം വളരെ ചെറിയ കുറച്ച് സിമിലാരിറ്റീസ് ഈ ക്യാപിറ്റലിസം അതേപോലെ തന്നെ നമ്മളുടെ കോപ്പറേറ്റീവ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള എക്കണോമിയും തമ്മിൽ വരുന്നുണ്ട്. ബട്ട് എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ മാർക്കറ്റ് കോമ്പറ്റീഷനും ഒക്കെ എഗെയിൻസ്റ്റ് ആണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റൂൾസും റെഗുലേഷൻസും ഒക്കെ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് നോട്ട്സും അതേപോലെ തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും നമ്മളുടെ ആപ്പിൽ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ആപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്മുടെ ലിങ്കിലൂടെ നിങ്ങൾക്ക് ആപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക്